എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ദോ പ്യാസ. ഇത് റോട്ടിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും പുലാവിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനുള്ള നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിനു വേണ്ടി നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കേണ്ടതൊന്നും ആവശ്യമില്ല. വീട്ടിൽ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി തുടങ്ങാം. പനീർ ദോ പ്യാസയ്ക്ക് വേണ്ടിയത് നമുക്ക് പനീർ 300 ഗ്രാം പനീറാണ് ഞാൻ ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പനീർ. ഇപ്പോൾ ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ: ആവശ്യത്തിനുള്ള ഉപ്പ്, കശ്മീരി ചില്ലി പൗഡർ ഇടുക 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂണിൻ്റെ, പിന്നെ എണ്ണ വേണം 2 ടേബിൾ സ്പൂണിനനുസരിച്ചുള്ള എണ്ണ, തൈരും 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണിന് കസൂരി മേത്തിയും കൂടെ ഇടാം. ഇത് നല്ലൊരു ഫ്ലേവർ വരും. ഇത് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പനീർ ദോ പ്യാസയ്ക്ക് വേണ്ടിയ വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് 5 ഉള്ളിയും 2 ടൊമാറ്റോയും 1 ക്യാപ്സിക്കവുമാണ്. ഇതിൽ ഞാനിപ്പം 3 ഉള്ളി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ടൊമാറ്റോയും ഗ്രേറ്റ് ചെയ്തെടുക്കും. ബാക്കി ഈ ക്യാപ്സിക്കവും 2 ഉള്ളിയും നമുക്ക് ക്യൂബ്സ് ആയിട്ടാണ് വേണ്ടത്. അത് പിന്നീട് ഗ്രേവിക്കകത്ത് ഇടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതിങ്ങനെ ഗ്രേറ്റർ വെച്ചിട്ട് ഈ 3 ഉള്ളിയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പനീർ ദോ പ്യാസ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉള്ളി, ഒരെണ്ണം ഗ്രേറ്റ് ചെയ്തും ഒരെണ്ണം ക്യൂബ്സ്. അപ്പോൾ 2 ടൈപ്പിലാണ് ഈ ഗ്രേവിക്കകത്ത് ഉള്ളി ഉള്ളത്. അതാ ദോ പ്യാസ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് 3 ഉള്ളിയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോയും കൂടെ ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വരും. ഇപ്പോൾ ഇതിൻ്റെ സ്കിന്ന് അത് ഗ്രേറ്റ് ആവത്തില്ല, അതിൻ്റെ അകത്തെ പൾപ്പ് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടൊമാറ്റോയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാൻ. ഇനി ഞാൻ ഉള്ളിയും ക്യാപ്സിക്കോ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്യുന്നത് കാണിക്കുക എങ്ങനെയാണ്. ഇത് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കലത്തെ ഭാഗം അങ്ങ് മുറിച്ച് കളയണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടത്തിയെടുക്കണം. ഈ 2 ഉള്ളിയും നമുക്കിതുപോലെ മുറിച്ചിട്ട് അടത്തിയെടുക്കാം. ഇതുപോലെ വിട്ട് കിടക്കണം നമ്മൾ കറിയിലിടുമ്പോൾ. അപ്പോൾ ക്യാപ്സിക്കവും അതുപോലെ തന്നെ മുറിക്കാം നമുക്ക്. ഞാൻ ഇപ്പോൾ ഇതകത്തെ അരിയൊക്കെ മാറ്റി വെച്ചിരിക്കുക. ഇതും അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സൈഡ്സ് സ്ക്വയർ ഷേപ്പ് വരുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കൂ, ഞാൻ ഉള്ളിയും ക്യാപ്സിക്കവും ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പനീർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. പനീർ വറുത്തെടുക്കാനുള്ള അത്രയുള്ള എണ്ണ മതി. അതിനുശേഷം പനീർ ഇടാം. നമുക്ക് പനീർ ഇങ്ങനെ വിട്ട് കിടക്കുന്ന പോലെ ഇടണം. എന്നുവെച്ചാൽ ഇത് മുഴുവനും വറുത്തെടുക്കാനുള്ളത്. അപ്പോൾ ഇത് മുഴുവനും പനീർ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൈ ആയി വരുന്നവരെ. ഒത്തിരി അങ്ങ് പനീർ ഹാർഡായി പോകുന്ന പോലെ ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡിലും ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചങ്ങനെ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പനീർ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാനുള്ളത്.
ഇതിൻ്റെ ഈ മസാല ഇതെല്ലാം അങ്ങ് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും പനീർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാം. ഈ എണ്ണയിൽ തന്നെ. ഈ എണ്ണയിലേക്ക് നമുക്ക് 2 പട്ട, 2 ഇലൈച്ചി, 2 ബേ ലീവ്സ്, പിന്നെ 1 ടീസ്പൂൺ ജീരകം ഇടാം. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളി ഇടുവാണ്. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഇപ്പം ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറണം. ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇപ്പം ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ വയ്ക്കും. ടൊമാറ്റോയും നന്നായിട്ട് ഇളക്കി ഇതിൻ്റെയും പച്ചച്ചവയൊക്കെ മാറണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇളക്കുക. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്. നമ്മളെപ്പോഴും നമ്മുടെ കേരള ഡിഷസ് കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സ്വാദം. ഇത് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാം നമ്മൾ ഗ്രേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു ½ ആൻ അവർ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം നമുക്ക്. ഉപ്പ് നമ്മൾ പനീറിലിട്ടിട്ടുണ്ട്, അത് മറക്കരുത്. അപ്പോൾ അതനുസരിച്ച് ഇടാവും, കുറച്ച് ഇടാവും ഇത്. പിന്നെ വേണമെങ്കിൽ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കാൻ പോവാം. ഗ്രേവി വേണ്ട നമുക്ക്, അതിനുള്ള വെള്ളം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് തിളച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇടാം. ഇതിലേക്ക് ആ പനീർ ഇടുക ഞാൻ. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. നന്നായിട്ട് ഇളക്കി ഈ മസാല ഇപ്പോൾ ഈ പനീറിലൊക്കെ നല്ലതായിട്ട് ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, തിളപ്പിച്ച വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇതിൽ. ഇനിയിപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാൻ പോവാം. ക്യാപ്സിക്കവും ഇടുക. ഈ ഉള്ളിയും ക്യാപ്സിക്കവും നമുക്ക് കുറേ നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ക്രഞ്ചിനെസ് കിട്ടാൻ നല്ല രസം. അപ്പോൾ അതനുസരിച്ച് വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി. ഇത് അങ്ങ് ഒത്തിരി വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് കറിയായി. ഇത് കുറച്ചൊരു 5 മിനിറ്റും കൂടെ ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാം. ഇത് ആയിട്ടുണ്ട്. ലാസ്റ്റിൽ ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇടുക. എന്നിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ തൂകുക. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നാനിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റ് ചെയ്ത് നാന്, ചപ്പാത്തി, പൂരിയുടെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ
എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്